നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. 10 വർഷത്തിനു ശേഷം അധികാരത്തിൽ വരുമ്പോൾ സർക്കാർ രൂപവൽക്കരണത്തിന് നടപടികൾ വേഗത്തിലാക്കുകയാണ് UDF. ഘടകകക്ഷികളുമായി മന്ത്രിമാരുടെ എണ്ണവും വകുപ്പുകളും സംബന്ധിച്ച് ഇന്ന് ധാരണയിലെത്തുമെന്നാണ് സൂചന. അതേസമയം മുഖ്യമന്ത്രി ഉൾപ്പെടെ 11 മന്ത്രിമാരും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമാകും കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥാനങ്ങൾ. തിങ്കളാഴ്ചയാണ് UDFന്റെ പൂർണ്ണ മന്ത്രിസഭ അധികാരമേൽക്കുന്നത്. VD സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പട്ടിക നാളെ ഉച്ചയോടെ ഗവർണർക്ക് കൈമാറും. ആഭ്യന്തരം, വിജിലൻസ്, വൈദ്യുതി, ഗതാഗതം, റവന്യൂ, ആരോഗ്യം, ടൂറിസം, ഗ്രാമവികസനം, സഹകരണം, എക്സൈസ്, വനം, പരിസ്ഥിതി വകുപ്പുകൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കോൺഗ്രസ് കൈകാര്യം ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ ഇതിൽ ചിലത് ഘടകകക്ഷികൾക്ക് കൈമാറിയേക്കും. അതേസമയം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നൽകിയിരുന്ന ധനവകുപ്പ് ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുത്തേക്കും. ഉടക്കി നിൽക്കുന്ന രമേശ് ചെന്നിത്തല അയഞ്ഞാൽ സുപ്രധാന വകുപ്പ് തന്നെ നൽകേണ്ടി വരും. രമേശിന് പുറമെ മുതിർന്ന നേതാക്കളായ സണ്ണി ജോസഫ്, കെ മുരളീധരൻ എന്നിവരും മന്ത്രിസഭയിലുണ്ടാകും. സംസ്ഥാന ഭരണമാറ്റത്തിന് പിന്നാലെ ഗുരുവായൂർ ദേവസ്വത്തിലും പുതിയ ഭരണസമിതിക്ക് സാധ്യത. നിലവിൽ ഭരണസമിതിയിൽ ഒരംഗത്തിന്റെ കുറവുണ്ട്. സെപ്റ്റംബർ 5-ന് 2 അംഗങ്ങളുടെ കാലാവധി അവസാനിക്കും. ജീവനക്കാരുടെ പ്രതിനിധിയും CPM അംഗവുമായ C. മനോജ്, കേരള കോൺഗ്രസ് എം പ്രതിനിധി മനോജ് ബി നായർ എന്നിവരുടെയും കാലാവധിയാണ് അവസാനിക്കുക. ഇതോടെ സർക്കാരിന് 3 അംഗങ്ങളെ നിർദ്ദേശിക്കാൻ കഴിയും. സ്ഥിരം ഭരണസമിതി അംഗങ്ങളായ തന്ത്രി, മല്ലിശ്ശേരി, സാമൂതിരിരാജ എന്നിവരുടെ പ്രതിനിധികൾ സർക്കാർ പക്ഷത്തിനൊപ്പം നിൽക്കുന്നതോടെ ഇപ്പോഴത്തെ ഭരണസമിതി ന്യൂനപക്ഷമാകും. 9 അംഗ ഭരണസമിതിയിൽ ജീവനക്കാരുടെ പ്രതിനിധി ഉൾപ്പെടെ 6 അംഗങ്ങളെയാണ് സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നത്. CPM പ്രതിനിധിയായി നിലവിലെ ചെയർമാൻ AV ഗോപിനാഥും CPI പ്രതിനിധിയായി MU ഷിനിജയും മാർച്ച് 15-നാണ് ചുമതലയേറ്റത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പ് കാലാവധി പൂർത്തിയാകാത്ത ചെയർമാൻ ഡോക്ടർ VK വിജയനെ രാജിവെപ്പിച്ചാണ് പുതിയ ചെയർമാനായി AV ഗോപിനാഥനെ തെരഞ്ഞെടുത്തത്. 2 വർഷ കാലാവധിയുണ്ടെങ്കിലും സെപ്റ്റംബറിൽ ഭരണസമിതിയുടെ ഭൂരിപക്ഷമില്ലാതാകും. UDF പ്രതിനിധികൾ എത്തുന്നതോടെ നിലവിലെ ഭരണസമിതിക്ക് ഭരണപരവും വികസനപരവുമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല. കേരള രാഷ്ട്രീയത്തിന്റെ ചുവടുപിടിച്ച് സെപ്റ്റംബർ മുതൽ ഗുരുവായൂർ ദേവസ്വം ഭരണവും UDF പക്ഷത്തേക്ക് മാറാനാണ് സാധ്യത. ഗുരുവായൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ചാവക്കാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ സ്റ്റേഡിയം ചില സംഘടനകൾക്ക് മാത്രം നൽകുന്നത് സംബന്ധിച്ച് കൗൺസിൽ യോഗത്തിൽ ബഹളം. സ്റ്റേഡിയം വാർഡ് കൗൺസിലർ VS നവനീതാണ് ഇത് സംബന്ധിച്ച് കൗൺസിലിൽ വിശദീകരണം ആവശ്യപ്പെട്ടത്. ഇതോടെ പ്രതിപക്ഷ കൗൺസിലർമാർ ഒന്നടങ്കം പ്രതിഷേധിച്ചു. കായിക പ്രേമികളുടെ സ്വപ്നത്തിന് വിലക്കുന്ന നഗരസഭാ നടപടി പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സ്റ്റേഡിയത്തിന്റെ പേരിൽ അഴിമതി നടക്കുന്നതായും ആരോപിച്ചു. പുതിയ സർക്കാർ ഭരണത്തിൽ വന്നതും LDF, UDF ഭരണ നേട്ടങ്ങളും കോട്ടങ്ങളും അംഗങ്ങൾ തമ്മിൽ ഉന്നയിച്ചു. അരമണിക്കൂർ നീണ്ട ബഹളത്തിനൊടുവിൽ സെക്രട്ടറി മറുപടി നൽകിയതോടെയാണ് തർക്കം അവസാനിച്ചത്. അമൃത് പദ്ധതിയുടെ ഭാഗമായി കോടികൾ ചെലവഴിച്ചാണ് ചാവക്കാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സ്റ്റേഡിയം നിർമ്മിച്ചത്. ഇത് കായിക പ്രേമികൾക്ക് നൽകാതെ ചില പ്രത്യേക സംഘടനകൾക്ക് മാത്രമാണോ നൽകുന്നതെന്ന ആരോപണത്തിൽ പ്രതിപക്ഷം ഉറച്ചുനിന്നു. എന്നാൽ ഇതുവരെ നഗരസഭയ്ക്ക് സ്റ്റേഡിയം കൈമാറിയിട്ടില്ല എന്ന് സെക്രട്ടറി H. അഭിലാഷ് കുമാർ പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയത്തിലെ മറ്റ് നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയായാലേ നഗരസഭ ഗ്രൗണ്ട് ഏറ്റെടുക്കുകയുള്ളൂ എന്നും അദ്ദേഹം അറിയിച്ചു. സംഘടനകൾക്കായി സ്റ്റേഡിയം വിട്ടു നൽകുന്നത് സംബന്ധിച്ച് നഗരസഭയ്ക്ക് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ പ്രധാനാധ്യാപികയുമായി സംസാരിക്കും. മറ്റ് നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. കാന നിർമ്മാണത്തിന്റെ ഭാഗമായി പാതയോരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മൺകൂനകൾ കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട ഭീഷണിയാകുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ കടവലൂർ മുതൽ പെരുമ്പിലാവ് വരെയുള്ള ഭാഗത്താണ് പലയിടത്തും ഇത്തരത്തിൽ മൺകൂനകൾ അപകട ഭീഷണി ഉയർത്തുന്നത്. മഴ തുടങ്ങുന്നതോടെ റോഡിലേക്ക് മണ്ണ് ഒലിച്ചിറങ്ങുന്നത് വാഹനങ്ങൾക്ക് ഭീഷണിയാകുന്നുണ്ട്. കാന നിർമ്മിക്കുന്നതിനായി എടുക്കുന്ന മണ്ണ് അപ്പോൾ തന്നെ നീക്കം ചെയ്യാതെ റോഡിൽ തന്നെ കൂട്ടിയിടുന്നതാണ് പ്രശ്നം. നിർമ്മാണ മേഖലയിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും റോഡിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.
ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് വിരമിച്ചവർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്താൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ഭാര്യയ്ക്കും ഭർത്താവിനുമായി 1 ലക്ഷം രൂപയുടെ ചികിത്സ ലഭിക്കുന്ന സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സാധനങ്ങൾ സൂക്ഷിക്കാൻ ഡിജി ലോക്കർ സംവിധാനം ഏർപ്പെടുത്താനും തീരുമാനിച്ചു. ഇക്കാര്യത്തിന് വിദഗ്ധ കമ്പനികളുമായി ദേവസ്വം ചർച്ച നടത്തി ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ അറിയിച്ചു. മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് നഗരസഭ ആവശ്യപ്പെട്ട തുകയുടെ പകുതി നൽകാനും തീരുമാനമായി. ബാക്കി തുക സംബന്ധിച്ച് നഗരസഭയുമായി ചർച്ച നടത്തും. കൗസ്തുഭം റെസ്റ്റ് ഹൌസിലെ 100 മുറികളുടെ അറ്റകുറ്റപ്പണികൾ അവസാന ഘട്ടത്തിലാണ്. ഇതിൽ 50 AC മുറികളാണ്. ഇത് എത്രയും വേഗം ഭക്തർക്ക് തുറന്നുകൊടുക്കും. ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ഏജൻസിയെ തിരഞ്ഞെടുക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. യോഗത്തിൽ ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ജനാർദ്ദനൻ നെടുങ്ങാടി സ്മാരക ഗീതാ ഗോവിന്ദം ട്രസ്റ്റ് അഷ്ടപതി പഠന കേന്ദ്രത്തിന്റെ ജയദേവ പുരസ്കാരം വടക്കേപ്പാട്ട് കൃഷ്ണകുമാറിന് സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര സമർപ്പണ ചടങ്ങ് പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. അഷ്ടപതി കലാകാരൻ ജ്യോതിദാസ് ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു. വത്സൻ തീയാടി മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറത്തെ ആദരിച്ചു. GK പ്രകാശൻ, ശോഭ ഹരിനാരായണൻ, ഡോക്ടർ KB പ്രഭാകരൻ, അമ്പലപ്പുഴ വിജയകുമാർ, കാവിൽ ഉണ്ണികൃഷ്ണ വാര്യർ, തൃക്കാമ്പുറം ജയന്മാരാർ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ഉണ്ണികൃഷ്ണൻ കല്ലൂർ, KP ഉദയൻ, KP കരുണാകരൻ എന്നിവർ സംസാരിച്ചു. അകാലത്തിൽ മരണമടഞ്ഞ സഹപ്രവർത്തകന്റെ കുടുംബത്തിന് കൈത്താങ്ങുമായി സൗദി അറേബ്യ ദമാം നവോദയ സാംസ്കാരിക വേദി. ചൂണ്ടൽ പഞ്ചായത്തിലെ തലക്കോട്ടുകര സ്വദേശി അനിൽകുമാറിന്റെ കുടുംബത്തിനാണ് നവോദയ സാംസ്കാരിക വേദി സഹായധനം കൈമാറിയത്. തലക്കോട്ടുകര നായരങ്ങാടിയിലുള്ള അനിൽകുമാറിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നവോദയ സാംസ്കാരിക വേദിയിലെ അംഗങ്ങൾ സമാഹരിച്ച 5,60,000 രൂപയുടെ ചെക്ക് അനിൽകുമാറിന്റെ ഭാര്യ ദിവ്യ, ഏകമകൻ അരുൺദേവ് എന്നിവർക്ക് കൈമാറി. പ്രവാസലോകത്ത് തങ്ങൾക്കൊപ്പം ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകന്റെ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സഹായം നൽകുന്നതിന് നവോദയയിലെ അംഗങ്ങൾ മുന്നോട്ട് വന്നത് ശ്ലാഘനീയമാണെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു. പ്രവർത്തികമാക്കുകയാണ് ദമാം നവോദയ ചെയ്യുന്നത്. അനിൽകുമാറിൻ്റെ മരണം നമ്മളെല്ലാം ദുഃഖത്തിലാഴ്ത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി സാധാരണ നൽകുന്നതിനേക്കാൾ കുറച്ചുകൂടി സംഖ്യ സമാഹരിച്ചുകൊണ്ടാണ് ഇവിടെ നൽകുന്നത്. 5,65,000 രൂപയാണ് ഇന്നിവിടെ 60,000 രൂപയാണ് ഇവിടെ കൈമാറുന്നത്. അനിലിൻ്റെ ഭാര്യയ്ക്ക് ഈ സംഖ്യ കൈമാറും. അനിൽകുമാറിന്റെ വിയോഗം മൂലം കുടുംബത്തിനുണ്ടായ വലിയ നഷ്ടത്തിന് പരിഹാരമില്ലെങ്കിലും ഇത്തരം പ്രവർത്തനത്തിലൂടെ ചെറിയ ആശ്വാസം നൽകാനേ കഴിയൂവെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗവും നിയുക്ത MLAയുമായ പ്രൊഫസർ C രവീന്ദ്രനാഥ്, CPI ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PT ജോസ്, KS കരീം, ആൻസി വില്യംസ്, തലക്കോട്ടുകര ബ്രാഞ്ച് സെക്രട്ടറി ചെറിയാൻ, കേരള പ്രവാസി സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ശാലിനി, പ്രവാസി സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി അബൂബക്കർ, പ്രസിഡന്റ് UV അനിൽ, നവോദയ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും ഗുരുവായൂർ നഗരസഭാ കൌൺസിലറുമായ രാമചന്ദ്രൻ, നവോദയ കേന്ദ്ര കമ്മിറ്റി അംഗം മനോജ് റാക്ക, ഏരിയ ജോയിന്റ് സെക്രട്ടറി അപ്സോ, അനിൽകുമാറിന്റെ കുടുംബാംഗങ്ങൾ, പാർട്ടി പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സൗദി അറേബ്യ ദമാം നവോദയ സാംസ്കാരിക വേദി കോബാർ റീജിയൻ റാക്ക ഏരിയ പ്രസിഡന്റായിരിക്കെ മാതാവിന്റെ മരണവിവരമറിഞ്ഞ് വിദേശത്ത് നിന്ന് ലീവിൽ നാട്ടിലെത്തിയ അനിൽകുമാർ ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത്. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് DYFI കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. കോർപ്പറേറ്റ് കമ്പനികൾക്കു വേണ്ടി പൊതുജനങ്ങളെ കൊള്ളയടിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയം പിൻവലിക്കണമെന്ന മുദ്രാവാക്യവുമായി പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മേഖലാ ട്രഷറർ അനുമോൻ C തമ്പി ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ പങ്കെടുത്ത യോഗത്തിന് മേഖലാ കമ്മിറ്റി അംഗങ്ങളായ KK ഷമീർ സ്വാഗതവും MB നിവേദ് നന്ദിയും പറഞ്ഞു. രാമരാമ പാഹിമാം കേരളത്തിന്റെ ഹൃദയനാദം എന്ന സന്ദേശവുമായി നടക്കുന്ന ത്രിദിന രാമഭക്ത സംഗമത്തിനും ദേശീയ സെമിനാറിനും ഗുരുവായൂരിൽ തുടക്കമായി. സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റും ഭാരത സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസും സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ജൂന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ഉദ്ഘാടനം നിർവഹിച്ചു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്നിവർ
അനുഗ്രഹ പ്രഭാഷണം നടത്തി. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, സതീഷ് ഗുരുവായൂർ, ബാബുരാജ് കേച്ചേരി, KR പ്രവിൽ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, അരുൺ C നമ്പ്യാർ, രേണു ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. 1008 അമ്മമാർ പങ്കെടുക്കുന്ന ശ്രീരാമഗായത്രി ജപയജ്ഞം, ആദിത്യ ഹൃദയ മന്ത്രജപം, നാരായണീയ പാരായണം, രാമകോദണ്ഡ പൂജ, അഷ്ടലക്ഷ്മി പൂജ, മഹാഗണപതി ഹോമം എന്നിവയാണ് പ്രധാന ആത്മീയ ചടങ്ങുകൾ. ഗവേഷണ പ്രബന്ധാവതരണങ്ങൾ, രാമായണ കലാവതരണങ്ങൾ, ഓട്ടൻതുള്ളൽ, കഥകളി, 101 കലാകാരന്മാർ അവതരിപ്പിക്കുന്ന അഷ്ടപതി സംഗീത സമർപ്പണം എന്നിവയും അരങ്ങേറും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരം വരവായി 6,21,48,251 രൂപയും 1 കിലോ 353 ഗ്രാം സ്വർണവും 13 കിലോ 245 ഗ്രാം വെള്ളിയും ലഭിച്ചു. ഈ ഭണ്ഡാരം വഴി 7 ലക്ഷത്തോളം രൂപയാണ് ലഭിച്ചത്. മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ട്രസ്റ്റിയും സെക്രട്ടറിയുമായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച ബാറിത്തോ കാശ്യറോ ജോർജ് മാത്യു നിര്യാതനായി. 70 വയസ്സായിരുന്നു. വെല്ലൂർ CMC ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. മൃതദേഹം ഞായറാഴ്ച വൈകിട്ട് എറണാകുളം ഗിരിനഗറിലുള്ള വസതിയിൽ പൊതുദർശനത്തിനു ശേഷം എളംകുളം സെന്റ് മേരീസ് സുനോറോ കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തും. സഭയുടെ വിവിധ ഉന്നത സ്ഥാനങ്ങളിലും കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് പരേതൻ. സുജ ജോർജ് ഭാര്യയും ഏലിയാസ് മാത്യു, ജോൺ മാത്യു എന്നിവർ മക്കളുമാണ്. പുന്നയൂർ പഞ്ചായത്ത് ആലാപാലം ആധുനിക വാതക ശ്മശാനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ സേവനം ചെയ്യുന്ന മരണാനന്തര സമിതി അംഗങ്ങളുടെ യോഗം ചേർന്നു. പ്രസിഡന്റ് റസ്ല റഹീമിന്റെ ചേംബറിൽ നടത്തിയ യോഗത്തിൽ ശ്മശാനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ അന്വേഷണത്തിലെ വിവരങ്ങൾ മരണാനന്തര സഹായ സമിതികളുമായി പങ്കുവച്ചു. അന്വേഷണം അവസാനിക്കുന്ന മുറയ്ക്ക് ശ്മശാനത്തിലെ മെഷീനറികൾ കുറ്റമറ്റതാക്കി എത്രയും പെട്ടെന്ന് തുറന്നുകൊടുക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് സമിതി അംഗങ്ങൾക്ക് ഉറപ്പു നൽകി. ഫൈനൽ റിപ്പോർട്ട് കിട്ടിയാൽ ട്രയൽ റൺ നടത്തി പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുക്കും. പിന്നീടുള്ള പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിന് മരണാനന്തര സഹായ സമിതി അംഗങ്ങളടക്കമുള്ള ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ഏകോപിപ്പിക്കുമെന്നും ഭരണസമിതി പറഞ്ഞു. പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള നടപടികളും നിർമ്മാണാവശ്യങ്ങൾക്കായി എടുത്ത ഇലക്ട്രിസിറ്റി ലൈൻ മാറ്റിസ്ഥാപിക്കാനും നടപടികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി P ഹർഷാദ് യോഗത്തിൽ പറഞ്ഞു. ശ്മശാനം പൂട്ടിയിടാൻ കാരണമായ അനിഷ്ട സംഭവത്തിന്റെ ഗൗരവം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് IP രാജേന്ദ്രൻ, പഞ്ചായത്ത് അംഗം RP ബഷീർ എന്നിവർ വിശദീകരിച്ചു. എല്ലാവർക്കും എത്രയും വേഗം അത് തുറന്നു തരണം, എത്രയും പെട്ടെന്ന് അത് തുറന്നു തരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇന്ന് വരുന്ന ആൾക്കാർ എന്താ പറയുന്നത് നമുക്ക് നോക്കി അതിന്റെ റിപ്പോർട്ടും ഇവിടെ ഇതാക്കാം. ഇന്നിപ്പോ എന്റെ കയ്യിൽ വിളിക്കാൻ നിങ്ങളെ വിളിക്കും. മാത്രമല്ല ഇപ്പൊ അന്നുണ്ടായ ആൾക്കാരെ പരാതി ഇവിടെ പറഞ്ഞതാണ്. കുഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്യാസ് വിട്ടുകൊണ്ടിട്ട് സംസ്കാര കർമ്മത്തിനായി പിന്നീട് നടന്ന യന്ത്ര തകരാറുകൾ മൂലം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ വളരെയധികം വിഷമകരവും വൈകാരികവുമായി മാറിയതാണ്. 4 മണിക്കൂർ അധികം അദ്ദേഹം പകുതി കത്തിയ നിലയിൽ കിടക്കുകയുണ്ടായി. ഞങ്ങൾ കുടുംബങ്ങൾക്കുണ്ടായ ശാരീരിക മാനസിക പ്രയാസങ്ങൾ വളരെയധികം. പഞ്ചായത്ത് അംഗവും സേവന സമിതി കുഴിങ്ങര വട്ടമ്പാടം അംഗവുമായ V ബാബുമാഷ്, EA ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും വിവിധ മരണാനന്തര സഹായ സമിതി അംഗങ്ങളായ അപ്പുക്കുട്ടൻ പുല്ലാനി, KC സദാനന്ദൻ, ശ്രീനിവാസൻ തറയിൽ, T വിനയദാസ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 10 വർഷക്കാലം സംസ്ഥാനം ഭരിച്ച ഇടതുമുന്നണിയുടെ കയ്യിൽ നിന്നും ഭരണം തിരിച്ചുപിടിക്കുന്നതിന് നേതൃത്വം നൽകുകയും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുകയും ചെയ്യുന്ന VD സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കാട്ടകമ്പാൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ചിറക്കൽ സെന്ററിൽ ആഹ്ലാദ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രാവൺ സിദ്ധാർത്ഥിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളായ MS മണികണ്ഠൻ, അബ്ദുൾ റഷീദ്, മുഹമ്മദ്, റാഷിദ്, അൻവർ, ഫൈസൽ, ഇക്ബാൽ, സുബ്രു, നദീർ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ കാട്ടകമ്പാൽ പഞ്ചായത്ത് അംഗം മൊമന്റോ നൽകി അനുമോദിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്ത് 8ാം വാർഡ് ഐനൂർ വെസ്റ്റിലെ മെമ്പറായ മോനിഷ രജീഷാണ് മേഖലയിലെ 30ഓളം വിദ്യാർത്ഥികളെ
വീടുകളിലെത്തിയും കളിസ്ഥലത്തെത്തിയും മൊമന്റോ നൽകി അനുമോദിച്ചത്. ഫുട്ബോൾ കളിക്കുന്ന പാടത്ത് അപ്രതീക്ഷിതമായി സമ്മാനവുമായി മെമ്പർ എത്തിയത് കുട്ടികൾക്ക് കൗതുകമായി. OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രജീഷ്, CV ജിജീഷ്, ജിതിൻ, അശോകൻ, ശ്രീഹരി, സന്തോഷ് എന്നിവരും മെമ്പർക്കൊപ്പമുണ്ടായിരുന്നു. ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മെയ് 25-26 തീയതികളിൽ നടത്തുന്ന ദേശീയ സ്റ്റേറ്റ് ബാങ്ക് പണിമുടക്കിനോടനുബന്ധിച്ച് ഗുരുവായൂർ ബ്രാഞ്ചിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സ്റ്റാഫ് യൂണിയൻ വനിതാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശുഭ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി സിജോ ചീരൻ നേതൃത്വം നൽകി. നെല്ലുവായി എറൈസ് ആശുപത്രിയും തൃശൂർ ആര്യ ഐ കെയർ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ പ്രമേഹ നിർണയവും നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നെല്ലുവായി പട്ടാമ്പി റോഡിലുള്ള എറൈസ് ആശുപത്രിയിലാണ് ക്യാമ്പ്. നിയന്ത്രണ വിധേയമല്ലാത്ത ഷുഗറിന് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. നേത്രപരിശോധനാ ക്യാമ്പിൽ സൗജന്യ നേത്ര ചികിത്സയും സേവനങ്ങളും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് 8589939330, 8589939335 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.